ഹലോ മിസ്റ്റർ രാജു, ഞാൻ വിളിക്കുന്നത് XYZY പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നാണ്. താങ്കളുടെ പ്രദേശത്ത് കർഷകർക്കായി ഞങ്ങളുടെ ഒരു സ്കീമുണ്ട്. സബ്സിഡി നിരക്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ നിന്നും ഒരു ലോൺ ലഭിക്കാൻ താങ്കൾ അർഹനാണ്. ഓ ഓക്കെ, അത് കൊള്ളാലോ. എന്താണ് ഓഫർ? 5 ലക്ഷം രൂപ വരെ വെറും 3% പലിശയ്ക്ക് സ്പെഷ്യൽ ലോണുകൾ കിട്ടും. ഇതിന്റെ വെരിഫിക്കേഷന് വേണ്ടി താങ്കളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാർ ഡീറ്റെയിൽസും നൽകണം. എന്നാൽ ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാം. സർ, ഈ ഓഫർ ഇന്നത്തേക്ക് മാത്രമാണ്. പ്രോസസിംഗ് ഫീസായി 5000 രൂപ ഉടനെ അയച്ചാലേ ഈ ഓഫർ ലഭിക്കൂ. പണം അയക്കാനുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓ അങ്ങനെയാണോ? ഞാനിതാ പ്രോസസിംഗ് ഫീ അയക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങളുടെ നമ്പറിലേക്ക് ഉടനെ അയക്കാം. ഓക്കെ സർ, ഒരാഴ്ചക്കകം താങ്കളുടെ ലോൺ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് അറിയിക്കാം. താങ്ക് യു. ലോണിന്റെ ആൾക്കാർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കാം. This number does not exist. എന്റെ ദൈവമേ, ഞാൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. അറിഞ്ഞിരിക്കണം, കള്ള ഓൺലൈൻ ലോൺ ഓഫറുകളെ സൂക്ഷിക്കൂ. ചെയ്യേണ്ടവ: ലോൺ എടുക്കും മുൻപ് കടം നൽകുന്നവരുടെ അഡ്രസ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്നീ വിവരങ്ങൾ എല്ലായ്പ്പോഴും പരിശോധിക്കൂ. ഈ സംഭവം അടുത്തുള്ള സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലും cybercrime.gov.in നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിലും അറിയിക്കൂ. ചെയ്യരുതാത്തവ: നിങ്ങളുടെ ലോൺ അനുവദിക്കാൻ മുൻകൂറായി പണം നൽകരുത്. ലോൺ അനുവദിക്കാൻ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും അഡ്വാൻസ് ഫീസ് ആവശ്യപ്പെടാറില്ല. ചാർജുകൾ ഉണ്ടെങ്കിൽ ലോണിൽ നിന്നും കിഴിച്ച് ബാക്കി തുക നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അവർ മാറ്റുന്നതാണ്.